ഹലോ ദേവീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറച്ചായി വീഡിയോയ്ക്ക് ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കിലൊക്കെ പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗുരുവായൂർ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു കൊടിയേറ്റം. ഇന്നലെ വൈകിട്ട് 3 മണിക്ക് ആനയോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് അങ്ങോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അതെനിക്ക് നന്നായി മിസ് ചെയ്തു കേട്ടോ. എല്ലാ പ്രാവശ്യം ഞാൻ എത്താറുണ്ട് ആനയോട്ടത്തിന്. അപ്പം എന്തായാലും ഇനി മക്കളിനായിട്ട് ഇന്ന് ഞായറാഴ്ച ഫസ്റ്റ് ഡേ ആണ് ഉത്സവത്തിൻ്റെ. ഇന്ന് വന്ന് തൊഴുത് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവർക്കിനി നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയാണ്. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും തിരക്കാവും. ഈ സമയത്ത് നമുക്ക് തൊഴാൻ അവരിനായിട്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നു. എൻ്റെ കയ്യിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവം പ്രമാണിച്ച് കുറച്ച് രാവിലത്തെ കഞ്ഞി മുതിരപ്പുഴുക്കൊക്കെ ഒന്ന് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ പാത്രമൊക്കെ കൊണ്ടുവന്നത്. ഞാൻ ചെല്ലുമ്പോൾ സത്രം ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. ഉള്ളിലേക്കുള്ള വരിയാണ് ഇവിടെ തിരുവാതിരക്കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ടീം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ തിരുവാതിരക്കളി കളിക്കുന്നുണ്ട്. നേരത്തെ വന്ന് രാവിലെ ഒരു 5:30, 6 ആ ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ ടീമിൻ്റെയും തിരുവാതിരക്കളികളായിട്ട്. അപ്പോൾ നേരത്തെ വന്ന ആൾക്കാരൊക്കെ കളിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അവർക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. കാരണം ഈ വരിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് വെള്ളം കുടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനായിട്ട് അവിടെ വെള്ളമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. പടിഞ്ഞാറ് നടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പകർച്ചയ്ക്കുള്ളത് ചോറ്, മോരുകറി, അങ്ങനെ കുറച്ച് ഐറ്റംസിനുള്ളതൊക്കെ അവർ സെറ്റാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ട് ഭഗവാനൊക്കെ തൊഴുത് പിന്നെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് കയറി കേട്ടോ. കഞ്ഞി കുടിക്കാൻ നോക്കുമ്പോൾ നല്ല തിരക്ക് തന്നെയായിരുന്നു. കുറേ നല്ല തിരക്കുന്ന സൺഡേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ, പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടി നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ വരിയിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വരി നീങ്ങും കേട്ടോ. കാരണം അത്രയും സ്ഥലം തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എല്ലാവരും കഴിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് തന്നെ ഇതിനായിട്ട് നമുക്കിങ്ങനെ കഞ്ഞിയും വിളമ്പാനായിട്ട് കുറേ സ്റ്റാഫ്സും ഈ ഉത്സവ സമയത്ത് അവരെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളാണ്. അധികം നേരം നിന്ന് നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ എല്ലാം വരികളും നീങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ കഞ്ഞിക്ക് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ കഞ്ഞി മുതിരപ്പുഴുക്കൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിലും ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് അത് ഈ പാളപ്പാത്രത്തിൽ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പപ്പടം ഉണ്ടായിരുന്നു, മുതിരപ്പുഴുക്ക്, കഞ്ഞി, പിന്നെ നാളികേരക്കൊത്ത്, ശർക്കര, ഉപ്പ് എല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കുടിച്ച് നല്ല സമാധാനമായി. എല്ലാ പ്രാവശ്യം ഞാൻ എത്താറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച മക്കളെയും കൊണ്ട് വരണമെന്ന് കരുതി. അപ്പോൾ അവരേനും കൊണ്ട് വന്നതുകൊണ്ട് തന്നെ അവർക്കും കൂടെ അത് വാങ്ങിക്കൊടുക്കാൻ പറ്റി. പിന്നെ അവിടുന്ന് തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് തിരുവാതിരക്കളിയുടെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവാതിരക്കളി ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇതാണ് വൃന്ദാവന സ്റ്റേജ് കേട്ടോ. തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുള്ള സ്റ്റേജാണ് കേട്ടോ. ഈ ഉത്സവ സമയത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു സ്റ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഓരോ ടീമും കളിച്ച് ഇറങ്ങണം. 12 മിനിറ്റാണ് ഓരോരുത്തർക്കും കൊടുക്കുന്ന ടൈം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതൽ പേരാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം. അതുകൊണ്ട് തന്നെ 2 സ്റ്റേജ് തന്നെ അവരവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് വൃന്ദാവന സ്റ്റേജും നേരത്തെ കണ്ടല്ലോ. ഇപ്പോൾ ഇനിയുള്ളത് നന്ദന സ്റ്റേജാണ്. അപ്പോൾ 2 ഭാഗങ്ങളിലും തകൃതിയായിട്ട് തന്നെ തിരുവാതിരക്കളി നടക്കുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ കൂടുതൽ പേരൊന്നും അവിടെ കാണാനില്ല. എല്ലാവരും തൊഴാനായിട്ടും കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ടും ഫുള്ള് അവിടെയാണ് തിരക്ക്. ഇവിടെ വളരെ തിരക്ക് കുറവാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് ഞങ്ങളുടെയും കൂടി തിരുവാതിരക്കളി ഉണ്ട് കേട്ടോ. ഇന്ന് വൈകിട്ട് 8:15 ഞങ്ങളുടെ തിരുവാതിരക്കളി ഉള്ളത്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്ന് പോരുമ്പോൾ മോൻ എന്തായാലും കുളത്തിലൊക്കെ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇറങ്ങി ഒന്ന് കാല് കഴുകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നിട്ടും അവൻ വരണമൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ നല്ല ദാഹം, നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരിമീൻ ജ്യൂസ് കുടിക്കാനായിട്ട് കയറി. എപ്പോഴും ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒരു കരിമീൻ ജ്യൂസ് കുടിക്കാറുണ്ട്. ആദ്യം എനിക്ക് അങ്ങനെ കരിമീൻ ജ്യൂസിനോടൊരു പ്രത്യേകതരമായിട്ടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് കുടിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും പറയണമെങ്കിൽ കരിമീൻ ജ്യൂസ് എനിക്ക് നല്ല ഫേവറേറ്റ് ആയത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്ലേവറിലാണ് കേട്ടോ തരുന്നത്. കരിമീൻ ജ്യൂസ് മെഷീനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ലെമണൊക്കെ അതിനകത്ത് പിഴിഞ്ഞ ശേഷം ജിഞ്ചറിൻ്റെ പേസ്റ്റൊക്കെ ഇട്ടിട്ട് ചേച്ചി നല്ല രീതിക്ക് അത് സെറ്റാക്കി തരാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടത്ത് കരിമീൻ ജ്യൂസ് നല്ല തണുത്തത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതെന്തായാലും അപ്പോൾ അതും കുടിച്ചു. അപ്പോൾ ചേച്ചി ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറയണ്ട, ആരോ ഒരു കുപ്പിയിലാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. അവർക്ക് വേണ്ടി സെറ്റാക്കിയത് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അങ്ങനെ കരിമീൻ ജ്യൂസൊക്കെ കുടിച്ച് അമ്പലത്തിലൊക്കെ തൊഴുത് അങ്ങനെ തിരിച്ചു പോന്നു. ഇനി വൈകുന്നേരത്തെ തിരുവാതിരയുടെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഉത്സവം തീരുന്നതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ഞാൻ വീണ്ടും ഗുരുവായൂർ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.